സ്നേഹത്തിൻ ബലിവേദിയിൽ സ്നേഹത്തിൻ ബലിവേദിയിൽ ഗോതമ്പ് മണി പോലെ പൊടിഞ്ഞൊന്നു ചേരാൻ ജീവിതം ബലിയാകുവാൻ വിളിക്കുന്നു ദൈവം അഭിഷേകമേകുന്നു ദൈവം നയിക്കുന്നു ദൈവം അനുഗ്രഹമേകുന്നു ദൈവം. ജീവന്റെ അൾത്താരയിൽ ജീവന്റെ അൾത്താരയിൽ മുന്തിരിച്ചാറ അലിഞ്ഞൊന്നു ചേരാ ഈ ജന്മം വിളിക്കുന്നു ദൈവം അഭിഷേകമേകുന്നു ദൈവം നയിക്കുന്നു ദൈവം അനുഗ്രഹമേകുന്നു ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീര ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമേ, നിന്റെ പ്രലോഭനം നിഗ്രഹത്തിൽ വാഴുവോ ഭാഗ്യവാനാ. ദൈവമേ, നിന്റെ പ്രലോഭനം കണ്ണുകളിൽ ദിവ്യശോഭ കഴുകു, കാതുകളിൽ കാണിയിൽ മുഴുകി നിൽക്കൂ. കണ്ണുകളിൽ ദിവ്യശോഭ കഴുകു, കാതുകളിൽ കാണിയിൽ മുഴുകി നിൽക്കൂ. അന്യഭൂമിയിലായിരം ദിനങ്ങളേക്കാൾ നിഗ്രഹത്തിലേക ദിവസം കാമ്യമല്ലോ. അന്യഭൂമിയിലായിരം ദിനങ്ങളേക്കാൾ നിഗ്രഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ, നിന്റെ പ്രലോഭനം നിഗ്രഹത്തിൽ വാഴുവോ ഭാഗ്യവാനാ. ദൈവമേ, നിന്റെ പ്രലോഭനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനായ നിന്നെ വണങ്ങിയിരിക്കുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉദമരക്ഷയുമേകുന്നു. എന്റെ കർത്താവെ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ്വര, പരിപാലന
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും ആർത്തനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറെ ദൈവമില്ല. എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അധരം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എന്റെ മുന്നിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരു അവകാശം എന്റെ മുമ്പിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാൽ, ഇസ്രായേലിന്റെ ദൈവമേ, എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് അങ്ങ് അരുളി ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുന്നു. അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുമ്പിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ. അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപകൽ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കർത്താവായ യേശുവിനായി സ്തുതി. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 1 വാക്യങ്ങൾ ഗുരുവശം. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ പ്രതിപാദിച്ചതിന്റെ ചുരുക്കം ഇതാണ്. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശുദ്ധ വസ്തുക്കളുടെ മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനാണ്. പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുന്നില്ല. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും എഴുതിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു: പർവ്വതത്തിൽ വെച്ച് എനിക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനായി സ്തുതി.
ജീവിക്കാം വചനം തിരുവചനം വാനിൽ ഭൂവിലും നിരന്തരം മുഴങ്ങുവാൻ വചനം തിരുവചനം വഴിയും സത്യവും ജീവനുമാകുന്ന വചനം തിരുവചനം വഴിയും സത്യവും ജീവനുമാകുന്ന വചനം തിരുവചനം സദയം ധ്യാനിച്ചിടാം വചനമേ വചനമേ സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് ശാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ ശാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി. ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈപോലെയായി. ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദേവാലയത്തോട് ബന്ധപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചനങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരിക. ആദ്യ വായന സോളമൻ രാജാവിൻ്റെ ദേവാലയത്തെക്കുറിച്ചുള്ള വിവരണം, രാജാവിൻ്റെ ജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിൽ വളരെ പ്രധാനമായിട്ടൊരു കാര്യം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള രാജാവിൻ്റെ അനുഭവം. ഇത് നമ്മെ നമ്മുടെ ദേവാലയത്തിലെ ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് നയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നയിക്കുന്നതാണ്. ഈ ഒരു അവബോധം നമുക്ക് എത്രമാത്രം ആഴത്തിൽ ലഭിക്കുമോ അതനുസരിച്ചാണ് നമ്മുടെ ബലിയർപ്പണം പോലും വലിയ അല്ലെങ്കിൽ ഉപരിയായ അനുഗ്രഹത്തിൻ്റെ അനുഭവമാകുന്നത്. നാം അതിൽ പങ്കുചേരുക, അതിൽ സജീവമാവുക, അതിലൂടെ സൗഖ്യവും മോചനവും അനുഗ്രഹവുമൊക്കെ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയുക.
വീണ്ടും ഒരു ബലിയർപ്പണ വേദി ഒരുങ്ങിയെന്ന് ആരംഭത്തിൽ പാടുന്ന പോലെ വീണ്ടും ഒരു ബലിയർപ്പണ വേദി നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. കടന്നു പോകുന്ന ഈ 8 മാസത്തെ കൊറോണ കാലം, ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുതൽ സഹായകമാണെന്ന വളരെ വലിയ ഒരു വെളിപ്പെടുത്തലാണ് വാസ്തവത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ അച്ഛന് കാണാൻ പറ്റുക. എന്നാൽ ഒപ്പം അതോട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ സുവിശേഷ വചനത്തെ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രസക്തി കൂടുതലായിട്ട് മനസ്സിലാവുക. ആരംഭിക്കുന്ന ഇങ്ങനെയാണല്ലോ, കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു, അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഇത് കണ്ട് ഫരിസേയർ അവനോട് പറഞ്ഞു, നോക്കൂ, സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, സഭയെയും പ്രത്യേകിച്ച് പൗരോഹിത്യത്തെയും ഒക്കെ ഏതു തരത്തിലും ഇകഴ്ത്തി കാണിക്കാൻ, താറടിക്കാൻ ഒക്കെ വളരെ സംഘടിതമായ ശക്തികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കുമൊക്കെ ഒരുപക്ഷെ അവബോധം ഉണ്ടാകാം. വളരെ സാധാരണക്കാരായ പല അമ്മമാർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ പിടിപാടുണ്ടാവില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിരിക്കുന്ന ചെറുപ്പക്കാർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. യേശുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ഇതുപോലെ ആരോപണങ്ങളോ പ്രതികരണങ്ങളോ വന്നപ്പോൾ യേശു എടുത്ത നിലപാടാണ് ഇവിടെ കാണാൻ കഴിയുക. അവര് സാപത്ത് ലംഘിക്കുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ട് അവർ കതിരുകൾ പറിച്ചു തിന്നുന്ന അവസ്ഥ ഈശോയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് തന്നെ അവർ കുറ്റം ആരോപിക്കുകയാണ്. ഈശോ ആ അവസരത്തെയും ഒന്നുകൂടി തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ, പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കരുത് എന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. റോമ 2:1-2 അച്ഛൻ പെട്ടെന്ന് ഓർക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും നീ മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് യാതൊരു ന്യായീകരണവുമില്ല. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ അനുഭവത്തിൽ നിന്നിട്ടാണ്. കാരണം യേശുവിനെ പോലും വലിയ കുറ്റക്കാരനായി, ശപിക്കപ്പെട്ടവനായി, ഏറെ വർഷങ്ങൾ കണക്കാക്കി ജീവിച്ച മനുഷ്യനാണ് പൗലോസ്. എന്നാൽ ഒരു നിമിഷം ആ വെളിച്ചം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഒരു നിമിഷം ഒരു മനുഷ്യൻ്റെ കൈവയ്പ് വഴി ആത്മാവിന് നിറവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ മനോഭാവങ്ങളാകെ മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം വരുന്നൊരു വെളിച്ചം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ചിന്താഗതികളായി മാറിപ്പോകും. അച്ഛൻ തന്നെ ഇന്നലെ കുർബാനയ്ക്ക് പറഞ്ഞ ഒരു അനുഭവം വീണ്ടും അച്ഛൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ദേവാലയത്തെക്കുറിച്ച്, സോളമൻ രാജാവിൻ്റെ ദേവാലയത്തെക്കുറിച്ചുള്ള വിവരണം കണ്ടപ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നു. ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ദൈവസാന്നിധ്യം എങ്ങനെ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് +2 മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വീട്ടമ്മ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ പോയി ഈ 8 മാസമായിട്ടും അവരുടെ ഇടവക ദേവാലയത്തിൽ പോയി ഒരു പ്രാവശ്യം പോലും കുർബാന കാണാനായിട്ട് പങ്കെടുക്കാനായിട്ട് ഭാഗ്യം കിട്ടാത്തൊരു വീട്ടമ്മ, TV-യിൽ പോലും അത് കാണാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തൊരു വീട്ടമ്മ, മൊബൈലിൽ, അതും ജാതിത്തോട്ടത്തിലൊക്കെ ഇരുന്നിങ്ങനെ മൊബൈലിൽ നോക്കി വിശുദ്ധ കുർബാന കാണുമ്പോൾ ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് അച്ഛനോട് ഇവിടെ വന്ന് പങ്കുവച്ച കാര്യമാണ് അച്ഛൻ ഇന്നലെ സൂചിപ്പിച്ചത്. അതെ, ഈ പള്ളിയിൽ വന്നിട്ട് ഇവിടെ വലിയ ഒരു രൂപം, ഈശോയുടെ വലിയ രൂപം അന്വേഷിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് അതേപറ്റി. പറഞ്ഞാൽ അതിന് രൂപം ഇവിടെ ഇല്ല. കാരണം വിശുദ്ധ കുർബാനയുടെ മധ്യേ അങ്ങനെ വലിയ ഈശോയുടെ ഒരു വലിയ സാന്നിധ്യം, രൂപം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആ ഒരു കാര്യം, ഇങ്ങനെ ഒരു സ്ത്രീ
കൂടി അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെ ഒന്നുകൂടി ദേവാലയത്തിൽ ബലിയർപ്പണ സമയത്ത് ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അച്ഛൻ തന്നെയും കൂടുതൽ അവബോധമുള്ളവനാവുകയായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ നിങ്ങളോടൊക്കെ പങ്കുവയ്ക്കുക. സോളമൻ രാജാവ് അതാണ് പറയുക. സോളമൻ കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സോളമൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. അതിനുശേഷം സോളമൻ പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങനെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിൻ്റെ മേൽ രാപകൽ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ അരുളപ്പാടുകൾ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ദേവാലയത്തെക്കുറിച്ച് ഇതൊക്കെ ഹൃദയത്തിൽ നിറച്ചു നിർത്തിക്കൊണ്ടാണ് സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്നത്. ഈ വചനങ്ങൾ നമുക്ക് നൽകപ്പെടുന്നത് നാം ഒരുമിച്ച് കൂടുമ്പോൾ എങ്ങനെ ഈ സാന്നിധ്യാനുഭവത്തിലേക്ക് നാം എത്തിച്ചേരണമെന്നതിനെക്കുറിച്ച് നമ്മെ ഒന്നുകൂടി അവബോധമുള്ളവരാക്കുവാനാണ്. ഇനി ഈ കൊറോണ കാലത്ത് എങ്ങനെയാണ് ഈ അനുഗ്രഹം നമ്മിലേക്ക് വരുന്നത് എന്ന് നമുക്ക് ഒന്നുകൂടി വ്യക്തതയോടെ പറഞ്ഞു തരികയാണ് ഇന്നത്തെ സുവിശേഷം. സാപത്തിൽ രോഗശാന്തി നൽകുന്നു എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. എങ്ങനെയാണ് കൈ ശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുന്ന രംഗമാണ് ഇവിടെ വിവരിക്കുന്നത്. അച്ഛൻ ഇന്ന് അച്ഛൻ്റെ മൊബൈലിൽ ഏറ്റവും ആദ്യം വായിക്കാനിടയായ സന്ദേശം, അത് സമയം പറഞ്ഞു കഴിഞ്ഞാൽ 2:31 ഇന്നത്തെ രാത്രി വളരെ മനോഹരമായ അനുഗ്രഹീതമായ രാത്രിയായിരുന്നു. കൃത്യം 1 മണി മുതൽ അച്ഛൻ 3:30 മണി വരെ ഉണർന്ന് തമ്പുരാന്റെ സ്ഥാനത്തിലിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ മൊബൈൽ എടുത്തപ്പോൾ ഒരു വചനം അച്ഛൻ വായിച്ചു. ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നതാണ്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41:13. അപ്പോൾ അച്ഛൻ ഇന്നലെ രാത്രി ധ്യാനിച്ച ഈ സുവിശേഷ വചനങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. സുവിശേഷ വചനത്തിൽ കൈ ശോഷിച്ച മനുഷ്യനെ കുറിച്ചാണ് പറയുക. കൈ ശോഷിച്ചു പോകുന്നത് എങ്ങനെയാണ്? പല അവയവങ്ങളും വേണ്ടത്തിൽ ഉപയോഗിക്കാതിരിക്കുന്നതിന് ശോഷിച്ചു പോകുന്ന അവസ്ഥയാണ്. ഈ കൊറോണ കാലം ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൈകൾ, കാൽമുട്ടുകൾ, നമ്മുടെ കണ്ണുകളൊക്കെ ശോഷിച്ചു പോകുന്ന കാലമാണ്. ദേവാലയത്തിൽ വരുന്നില്ല, മുട്ടുകുത്തുന്നില്ല, ബലിയർപ്പണത്തിൽ ആ ശൈലി, ആ രീതിയൊക്കെ നമ്മൾ ഏതാണ്ട് അന്യം നിന്ന് പോയിരിക്കുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ അത് വളരെ അവരുടെ വിശ്വാസ ജീവിതം തന്നെ ഏറെ ശോഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറയുകയാണ്, കർത്താവ് കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ അവിടെ സുവിശേഷം നാം കാണുകയാണ്, അവനില് കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? ഈ നാളുകളിൽ പള്ളിയിൽ പോകുന്നത് അനുവദനീയമാണോ? ഇത്ര പേര് പോകാമോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥകൾ ഇഷ്ടംപോലെയുണ്ട്. ഇന്നലെ കരിയിൽ പിതാവിനോട്, പിതാവിൻ്റെ ഞങ്ങളുടെ അച്ഛന്മാരുടെ വാർഷിക ധ്യാനമായിരുന്നൊരു വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം പിതാവിൻ്റെ സന്ദേശമുണ്ട്. അപ്പോൾ അച്ഛനൊരു പള്ളിയെക്കുറിച്ച്, പിതാവിൻ്റെ ഇടവകയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനിടയായി. അപ്പോൾ പിതാവ് പറഞ്ഞാൽ അടുത്ത വികാരി അച്ഛൻ വളരെയേറെ വായിക്കുന്ന അച്ഛനാണ്, ഈ കൊറോണയെക്കുറിച്ചൊക്കെ വളരെയേറെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അച്ഛൻ പേടിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവാലയത്തിൽ പോകുന്നത് അനുവദനീയമാണോ? ഇതൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിരിക്കുന്ന ആളുകൾ അയ്യോ അത് പ്രശ്നമുണ്ട്, അങ്ങനെ എന്ന് പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ യേശു എന്താണ് പറയുക?
യേശു അവരോട് ചോദിക്കുകയാണ്, സാപത്തിൽ നിങ്ങളുടെ ഒരു ആട് കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തതാരാണ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് കുഴിയിൽ വീണ് കിടക്കുന്ന, ലോകം മുഴുവൻ കുഴിയിൽ വീണ് കിടക്കുന്ന, മനുഷ്യർ മുഴുവൻ കൊറോണ കുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയാണ്. ഇതിന് പിടിച്ചു കയറ്റാൻ പറ്റാത്ത രീതിയിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതിനോട് ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇന്ന് പിതാവ് കഴിഞ്ഞ ദിവസം അച്ഛന്മാർക്ക് നൽകിയ സന്ദേശത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ദേവാലയങ്ങളിൽ ഇനി പരമാവധി കുർബാനകൾ അർപ്പിച്ച് സജീവമായ ആളുകൾ പങ്കുചേരാനുള്ള സാഹചര്യങ്ങൾ വൈദികർ ഒരുക്കണം, പാപമോചനത്തിനുള്ള സാധ്യതകൾ നൽകണം, രോഗീലേപനം, വീടുകളിലെ പ്രാർത്ഥന, അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നൊക്കെ അച്ഛൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ കൊറോണ കാലത്ത് 8 മാസം പാപമോചനം ഒരാശ സ്വീകരിക്കാമെന്ന് ഒരാളോടും അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിലൊന്ന് വരണമെന്ന് ആവശ്യപ്പെട്ട ഫോൺ ചെയ്ത ഒരാൾക്കും അവസരത്തിൽ നിഷേധിച്ചിട്ടില്ല. ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുന്നതിൽ പങ്കുചേരാൻ വരണമെന്ന് ആഗ്രഹം പറഞ്ഞവർക്കും തമ്മിൽ അനുഗ്രഹമായിട്ട് കാണുക. ഈ പറഞ്ഞ സ്വാതന്ത്ര്യമെടുത്ത് സാഹചര്യങ്ങൾ നൽകിയതുകൊണ്ട് ഒരു ദിവസം പോലും അച്ഛൻ കുർബാന മുടക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിൻ്റെ കാരുണ്യമായിട്ടാണ് അച്ഛൻ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഈശോ ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പോഴും അവിടെ പലരുടെയും ഉള്ളിൽ അമർഷവും വിഷമവും ഒക്കെ ഉണ്ട്. ആ വിഷമം ഉള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈശോ എന്താണ് ചെയ്യുക? അനന്തരം ആ മനുഷ്യനോട് അവൻ പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെ. ഇതുപോലെ ഒരു സൗഖ്യം നമ്മുടെ സമൂഹത്തിന് വരേണ്ട സമയമാണ്. നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകേണ്ട കാലമാണിത്. നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ട കാലമാണിത്. കർത്താവാണ് സൗഖ്യം തരുന്നത്. ഞാനും 16-12 നമുക്കറിയാം. മരുന്നോ ലേപനൌഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളും വൃദ്ധരായവരുമൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. ഇന്നലെ അത് പറഞ്ഞു കേട്ടു, ചില പള്ളികളിലൊക്കെ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി മാത്രം കുർബാന നടത്തുന്നുണ്ട്. കാരണം അവരുടെ അവസ്ഥയും ആരോഗ്യമുള്ളവരുടേതിനേക്കാളും മോശം മാത്രം ഭയത്തിലും വേദനയിലുമൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 82 വയസ്സുള്ള വലിയ വെല്ലുമയാണ്. വലിയ സങ്കടം തോന്നി. പുറത്തിറങ്ങിയിട്ടില്ല. വളരെയേറെ ഭയത്തിലും വിഷമതയിലൊക്കെ കഴിയുകയാണ്. വേറെ ആരുമില്ല. ഇത്തരത്തിലൊക്കെ വളരെ വിഷമം അനുഭവിക്കുന്ന അവസ്ഥയാണ്. അച്ഛൻ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ഇടവയിലല്ല കേട്ടോ, പുറത്തൊരിടവയിൽ ഒരു വീട്ടിൽ ഒരു വല്യപ്പൻ മാത്രമേ ഉള്ളൂ. 82 വയസ്സായിട്ടുള്ള വല്യപ്പനാണ്. അച്ഛൻ തന്നെ ഉണ്ടായ ഒരു അച്ചാറ് കൊണ്ടേ കൊടുത്തു. അതിൽ 2-3 നെല്ലിക്കയും കൂടിയുണ്ട്. അച്ഛൻ സങ്കടം തോന്നിയൊരു കാര്യമാണ് പങ്കുവയ്ക്കുക. ഈ വല്യപ്പൻ ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ പറയുന്ന, അച്ഛൻ കൊണ്ടുവന്ന അച്ചാറിലെ നെല്ലിക്ക ഒരെണ്ണം അത് 2 ആയിട്ടില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ പകുതിയും വൈകുന്നേരം ബാക്കി പകുതിയും കഴിച്ച് കഞ്ഞി ഒഴിച്ചു വെച്ചാണ്. എൻ്റെ തമ്പുരാനെ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ആ മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമം അതാണ്. ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള മനുഷ്യനാണ്. ക്യാൻസറിന് വർഷങ്ങളുടെ ചികിത്സ കഴിഞ്ഞ മനുഷ്യനാണ്. 3 മക്കളുടെ അപ്പനാണ്. 2 മക്കൾ വിദേശത്താണ്. ഒരു മകള് നാട്ടിലുണ്ട്. ഈ ചുറ്റുപാടത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. ഒരു കഞ്ഞി വയ്ക്കാൻ പോലും അറിയില്ലാത്ത മനുഷ്യൻ. പല കുടുംബനാഥന്മാരും അങ്ങനെയുണ്ട്. ഭാര്യ ഉള്ളപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ഇടപെട്ടില്ല. അതുകൊണ്ട് ഭാര്യ മരിച്ചിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു കഞ്ഞി വയ്ക്കാൻ പോലും അറിയില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞില്ല, ഇന്ന് തീർത്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കഞ്ഞി വയ്ക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. ആ മനുഷ്യൻ്റെ ദരിദ്രാവസ്ഥ, നെല്ലിക്കയുടെ വാചകം അത് നിസ്സാരമല്ല. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ ഈ കൊറോണ കാലത്ത് മനുഷ്യർ വേദനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേദനിക്കുന്ന കുടുംബങ്ങളിൽ അവരുടെ വേദനയിലേക്കൊക്കെ നമുക്ക് ആരോഗ്യവും
കഴിവുകളൊക്കെ ഉള്ളവർക്കൊക്കെ ഒന്ന് കടന്നു ചെല്ലാനും ആശ്വസിപ്പിക്കാനും ഇടപെടാനും ഒക്കെ സാധിക്കുക എന്നതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് ഈശോ അത് ചെയ്യുന്നതിലൂടെ ആ മനുഷ്യനെ സൗഖ്യമാക്കി അയച്ചു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഇടവയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. ഓരോ കുടുംബത്തിലും ഒരു അവസ്ഥകൾ നമുക്ക് ഓർക്കാം. കൊറോണ രോഗത്തിന് അടിപ്പെട്ട വളരെ ചുരുക്കം വീടുകൾ മാത്രമേ ഉള്ളൂ. ഇടവയിലോട് 3-4 വീടുകൾ മാത്രമേ ഉള്ളൂ. 1-2 പേരൊക്കെ അങ്ങനെ വന്നത് നമുക്കറിയാം. അതൊന്നും ഗുരുതരമായ ഒരവസ്ഥയിലെത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. പക്ഷേ അതിലൊക്കെ വളരെ പേർക്ക് വലിയ ഭീതിയുണ്ട്, ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്. അതൊക്കെ നമുക്ക് ഓർക്കാം. ചില ആളുകളിലൊക്കെ ഓരോ ദിവസവും കുർബാന അർപ്പിക്കുമ്പോൾ എല്ലാവരെയും വളരെ സജീവമായി ഓർത്തുകൊണ്ടാണ് വലിയ ചെയ്യുന്നത്. തമിഴ്നാട് കൊണ്ട് നമുക്ക് അവരെ ഒരിക്കൽ കൂടി കൊണ്ടുവരാം. ദൈവമേ, ഞങ്ങളെ ഇവിടെ സംരക്ഷിക്കണമേ. ഈ മഹാമാരിയിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന സാധ്യതകൾ ഞങ്ങൾക്ക് ലോകത്ത് മുഴുവൻ നൽകണേ. അതായത് കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ ഉണ്ടാകാൻ ഇടയാക്കണേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗ്യത്തിലേക്ക് അറിയിക്കുന്ന കർത്താവേ, സ്നേഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധമായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ വിലയിരുത്തുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ പുരുഷമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്യുന്ന മിശിഹായെ, അങ്ങേ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ അങ്ങ് പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ അങ്ങ് പിതാവിനോട് ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളെ ഏവരെയും നിലനിൽപ്പിൻ്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. ചെയ്യട്ടെ.
ജീവനേകും പങ്കുവയ്പിൻ ഒന്നു ചേർന്നിടാ കാഴ്ചയേകിടാ ഇന്നു പൂർണ്ണമായി നൽകാം കാഴ്ചയേകിടാ ഈ വേദിയിൽ ജീവനേകും പങ്കുവയ്പിൻ ഒന്നു ചേർന്നിടാ കാഴ്ചയേകിടാ ഇന്നു പൂർണ്ണമായി നൽകാം. അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യരോഗാജ്ഞം സ്തുതിയെന്നും ദൈവാംബികയെ മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സുതരുടെ പ്രേക്ഷിതരെ സ്നേഹിതരെ ശാന്തിരവീച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേ നിനസാക്ഷികളെ സൽക്കർമ്മികളെയും ബലിയിലോട്ടിടാ. നമ്മുടെ കൂടെ കർത്താവിന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയുവിൻ. നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ പോകാം നിത്യം വാഴ്ത്തിടാം. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ
അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ സർവ്വസൃഷ്ടികൾക്കുമുള്ള ആശാസനം യുഗങ്ങളാകുവാൻ പിതാവിനും ജനിച്ചവനും പിതാവിനും ഏകപിതാവുമായ ഈശ്വരനായി വിശ്വസിക്കുന്നു. അവിടുത്തെ സത്യത്തിലുള്ള സത്യവും പിതാവിനോടുകൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി മനുഷ്യനായി പിറന്നു. പീഡനം സഹിക്കുകയും സ്നേഹമായി സംസ്കരിക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിച്ചവരെയും പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവായ ഏകപരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈരികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമായ ശരീരത്തിൽ നിത്യായുസ് ഞങ്ങളെ ചുവടുവയ്ക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരന്റെ ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദാപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉപദേശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ.
വീണു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, ബലവാനാം ദൈവം പരിശുദ്ധൻ. നാമാവിൻ കീർത്തനഗീതികളാൽ നിറയുന്നു വീണ്ടും പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, ബലവാനാം ദൈവം പരിശുദ്ധൻ. നാമാവിൻ കീർത്തനഗീതികളാൽ നിറയുന്നു വീണ്ടും പുതുതലരും. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടാം. ഹോശാന, 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 കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അക്കമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മംഗകളുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ഇടവക മുഴുവനും വേണ്ടി ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളിൽ പലരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന്
ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ ഗുരുതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാത്മകമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകും, ഞങ്ങൾ തീർത്തും അയോഗ്യരാകും. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥാവാക്കാന പേടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താലിനെ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകനെ, അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അന്താർത്ഥങ്ങളുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാമമായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നത ഗർഭം കഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധനേൽപ്പിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർന്നും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടുകൂടി. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സ്വർണ്ണമാതാവേ, നിന്റെ സന്താനങ്ങളുടെ വഴി നിന്നെ ശാരീരിക്കുക. എന്തുകൊണ്ടാണ് അവർ നിനക്ക് വേണ്ടി അനുഭവിച്ചു? കേട്ടാമിലെ നിന്നെ പണ്ടുയർത്തി, നിന്നെ സംരക്ഷിക്കുവാൻ അജമാരന്മാരെ നൽകി. തന്നെ തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരോടുകൂടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സഭാമാതാവിന്റെ മുക്തീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചോട് നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമായി നിറയേണമേ. ദിവ്യകാരുണ്യമേ, തിരുജീവനായി
വളരേണമേ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിത്യജീവനായി എന്നിൽ വാഴണേ ദീപമേ സത്യദീപമേ ദിവ്യശോഭയായി എന്നിൽ നിറയണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ ദിവസങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാ ഞായറാഴ്ചകളിലും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ രാവിലെ 4:30 മണിക്കും 9 മണിക്കും കുർബാന ഉണ്ടായിരിക്കുന്നതാണെന്ന് ഓർപ്പിക്കുകയാണ്. ഇന്ന് 9 മണിക്കുണ്ട്. രണ്ടാമത്തെ കുർബാന പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയാണ്. ചിന്നൊരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്ന ഗ്രൂപ്പുകളിൽ അതനുസരിച്ച് കുർബാന ക്രമമായിട്ടുണ്ടാകും എന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പവിത്രീകരിക്കുന്ന അതിൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കി പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവദായകമായ സുവിശേഷം വഴി ശിഷ്യഗണത്തോട് ഇപ്രകാരം അരുൾ ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുതാവൻ മരണത്തിൽ നിന്ന് നിത്യായുഷ്ഠയിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ സമൂഹത്തെ തന്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങൾ എല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ, മലിനമാകാതെ കാക്കണമേ. അങ്ങ് വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങ് സ്നേഹം അവരെ ലോകനിന്ദനങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പല സമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ
ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,